വണ്ടി ഇവിടെ നിർത്ത. എന്താ ഇന്ന് ബന്ധാണ്? ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങ. കാലുവെക്കാണ്. ശങ്കര, ഈ എവിടെ പോയി? മാഞ്ഞു പോയാ? കേശവ, നീ വിരിഞ്ഞ? ഞാൻ ഇവിടെ ഉണ്ട്. ഇതെന്ത് സൂത്ര? താനെന്താ എന്താണ് പുറത്ത് കയറിയിരിക്കണത്? ഇനി മുതൽ ഇതിന്റെ ഡ്രൈവർ ഞാനാ. അപ്പൊ ഞാനാരാ? കിളിയാ? അതെ, കിളി തന്നെ. ഇനി പറന്നു കിടന്നോ, തന്റെ പണി പോയി. പണി പോവുകയെ? ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണം? ഈ പണി പോയെന്നും പറഞ്ഞുള്ള ആ കടലാസ് ഉണ്ടാ? കടലാസൊക്കെ രാവണ മഹാനോട് ചോദിക്ക്, കയ്യോടെ കിട്ടും. അറിയാതെ. അപ്പൊ എന്നെ വേണ്ടേ? അല്ല ഈ എന്നാലും അപ്പൊ ഈ തോട്ടി എനിക്ക് എന്തിനാ? മാങ്ങ പറിക്കാനാ? എന്നാ ഇതുകൂടി കൊണ്ടക്കോ. എന്റെ ഭഗവതി, ഇങ്ങനെയുണ്ടോ ഒരു അരഞ്ഞാണം? അവൻ നിന്നെ ഇവിടെ കെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും കാലമായിട്ടും അരഞ്ഞാണത്തിന്റെ വിവരം എന്നോടൊന്നും മിണ്ടിയാ? ഇപ്പൊ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാനൊരു കഥ കിട്ടി. കടം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതെ നടക്കല്ലേ എന്റെ മോൻ. എന്നിട്ട് നിന്റെ അരഞ്ഞാണൊന്ന് ഊരി കൊടുക്കാൻ തോന്നിയോ? കഴുത്തിലുള്ളതും കയ്യിലുള്ളതൊക്കെ ഞാൻ ഊരി കൊടുത്തില്ലേ? അതൊക്കെ വിറ്റ് കുറയ്ക്കേണ്ടി വന്നതേ നീ കൊള്ളരുതാത്തതുകൊണ്ടാ. കൊള്ളരുതാത്തതാരാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കഴുത്തിന് മിന്നുകെട്ടിയ ഭർത്താവിനെ കുറിച്ച് അല്ലേടെ നീ പറഞ്ഞ്? കാണും പെണ്ണും കണ്ടാ കോന്തിരിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. സാവിത്രേ, ഒരു സന്തോഷ വാർത്ത. എന്റെ പണി പിന്നെയും പോയി. കഞ്ഞിയുണ്ടാ? നാണം കെട്ടവനെ, ഇതോടെ ചേർത്ത് 54ാമത്തെ പണിയല്ലാടാ നിനക്ക് പോയി. അമ്മ നുണ പറയരുത്. 53ാമത്തെ പണി. ഇടാ, പാപ്പാന്റെ പണി കൂടി കളഞ്ഞിട്ട് നിനക്ക് ഇനി തുളയ്ക്കണ മൂടാ കിട്ടാ. ആ തങ്കപ്പന്റെ ലോറിലെ കിളിപ്പണി പോയപ്പോഴും അമ്മ ഇതന്നെയല്ലേ പറഞ്ഞത്? ഒരു പണി പോയാ വേറെ പണി. കിട്ടില്ല പണി. അമ്മേ, ചില്ലറുണ്ട് ഒരു 10 രൂപ തരാൻ. പണി കിട്ടുമ്പോ തിരിച്ചു തരാം. പണി കിട്ടിട്ട് വാ, അപ്പ തരാം. പാവം തള്ള. എന്തിനാണാവോ ഇതിനിങ്ങനെ ഇട്ടേക്കണത്? അയ്യോ,